Hi, my dear children. Today we are going to learn the chapter 3. Let's make paragraph attractive. In this chapter, we are discussing about MS Word. You are all familiar with MS Word. What is MS Word? MS Word is a word processing program used to create, format, save, and print letters, reports, newsletters, manuscripts, signs, സർട്ടിഫിക്കറ്റ്സ് അതർ ഡോക്യുമെൻറ്റ്സ്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് അഥവാ MS വേർഡ് എന്ന് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും പാരഗ്രാഫ്സ്, ഫയൽസ്, ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ്സ്, ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പാരഗ്രാഫ് എങ്ങനെ ഭംഗിയുള്ളതാക്കാം. How to beautify or how to formatting a paragraph using MS Word. Open the Word by clicking in the given order. Now let's start typing. Type the whole text first, then start formatting. നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ് മുഴുവൻ ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ഫോർമാറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ MS വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ഈ ക്യാൻവാസിലാണ് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നത്. വി ഗിവ് സ്പേസ് ബിറ്റ്വീൻ ദ വേർഡ്സ്. ഓരോ വേർഡ്സിൻ്റെയും ഇടയിൽ സ്പേസ് ഇടും. അതുപോലെ ഓരോ ലെറ്ററും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈൻ മിന്നിമായുന്നത് കാണാം. അതിനെയാണ് കേഴ്സർ എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് കേഴ്സർ. പുതിയൊരു പാരഗ്രാഫ് തുടങ്ങുന്നതിന് വേണ്ടി വി പ്രസ് എൻറ്റർ കീ at the keyboard. After typing the text, don't forget to save the file. For saving a document, click File, Save, select folder, then type file name, then click Save. Text type ചെയ്ത് save ചെയ്തതിന് ശേഷം Okay children, we are going to formatting this paragraph. What is Google mapping? This you can see in your EVS book. ഈ പാരഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫോർമാറ്റിംഗ് ഓപ്ഷനാണ് നമുക്ക് വേണ്ടി വരിക. നോക്കൂ, ആ പാരഗ്രാഫിന് ഒരു ബോർഡർ ഉണ്ട്, ഒരു ബോക്സിനകത്താണ് അല്ലേ. സോ ഇറ്റ് ഷുഡ് ഹാവ് ബോർഡേഴ്സ്. ദെൻ ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഈസ് ഗിവൺ യെല്ലോ. ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഈസ് യെല്ലോ. പിന്നെ എല്ലാ ലൈനും കറക്റ്റ് അലൈൻമെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ലൈൻസ് ആർ ഈക്വൽ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ലൈൻസ് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പാരഗ്രാഫിൽ ചെയ്യണം. ഫസ്റ്റ് വി ഹാവ് ടു കറക്റ്റ് ദി അലൈൻമെൻറ്റ്. അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ആ എല്ലാ ലൈൻസും ഒരേപോലെ കറക്റ്റായിട്ട് വരുന്നതിനെയാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വി ഹാവ് ടു സെലക്ട് ദ ഹോൾ പാരഗ്രാഫ്. ഫോർ പ്ലേസിംഗ് ദ കേഴ്സർ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് ലൈൻ, ദെൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു എൻഡ്. ഫസ്റ്റ് ലൈനിൽ കേഴ്സർ കൊണ്ടുവന്ന് വെച്ച് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. അവസാനം വരെ ഫുൾ പാരഗ്രാഫ് ഡ്രാഗ് ചെയ്യുക. അങ്ങനെയാണ് സെലക്ഷൻ ആവുക. ഓക്കെ, സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ആ പാരഗ്രാഫിന് ഇതേപോലെ ഒരു ബ്ലൂ കളർ വരും. ഇപ്പോൾ നമ്മൾ നമ്മുടെ പാരഗ്രാഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നൗ ലുക്ക് ദ ടൂൾ ബാർ. ദീസ് ടൂൾസ് ആർ യൂസ്ഡ് ഫോർ അലൈൻമെൻറ്റ്. ദീസ് ആർ അലൈൻമെൻറ്റ് ടൂൾസ്. ഓക്കെ, there are 4 types of alignments. First one is left side of the line is equalized. That means align text left. അതായത് നിങ്ങൾ ആ ടൂളിൽ തന്നെ നോക്കിയാൽ അറിയാം, അതിലെ എല്ലാ ലൈൻസും ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ വി ക്യാൻ സെലക്ട് ദാറ്റ് വൺ. Second one is text starts from the center of the line. Okay, center alignment ആണിത്. നമ്മുടെ ടെക്സ്റ്റ്
ടൂൾ ബോക്സിൽ അത് കാണുന്നത് പോലെ കറക്റ്റ് സെൻറ്ററിലാണ് എല്ലാ പാരഗ്രാഫും വരേണ്ടതെങ്കിൽ, എല്ലാ ലൈൻസും വരേണ്ടതെങ്കിൽ we can select that one. Then third is right side of the line is equalized, that is align text right. റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ ലെഫ്റ്റിൽ ചെയ്തതുപോലെ എല്ലാ ലൈൻസും റൈറ്റ് സൈഡിലേക്കാണ് അലൈൻ ചെയ്ത് വരേണ്ടതെങ്കിൽ നമുക്ക് ഈ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പാരഗ്രാഫ് ഈ ഒരു ഫോർമാറ്റിലേക്ക് ആവും. നെക്സ്റ്റ് ഫോർത്ത് ടൂൾ ഈസ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ലൈൻ ആർ ഈക്വലൈസ്ഡ്. എല്ലാ ലൈനിൻ്റെയും രണ്ട് സൈഡും ഈക്വലായിട്ട് നിർത്താം. നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫിലെ കറക്റ്റ് എല്ലാതും ബോത്ത് സൈഡ്സ് ഓഫ് ദ ലൈൻ ആർ ഈക്വലൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഫോർത്ത് അലൈൻമെൻ്റ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി സെലക്ട് ദ ഫോർത്ത് അലൈൻമെൻറ്റ്. ഫോർത്ത് അലൈൻമെൻറ്റ് ഈസ് കോൾഡ് ജസ്റ്റിഫൈ. ജസ്റ്റിഫൈ എന്നാണ് അതിനെ പറയുക. അപ്പോൾ രണ്ട് സൈഡ്സും ഈക്വലൈസ് ചെയ്യണമെങ്കിൽ അതിനെ ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പാരഗ്രാഫ് ഇപ്പോൾ രണ്ട് സൈഡ്സിലും എല്ലാ ലൈനും ഈക്വലൈസ്ഡ് ആയി. ലെറ്റ്സ് സീ ഇറ്റ് വൺസ് അഗെയിൻ. ഫസ്റ്റ് വി ഹാവ് ടു സെലക്ട് ദ ഡോക്യുമെൻറ്റ്, ദെൻ സെലക്ട് ദ അലൈൻമെൻറ്റ് ടൂൾസ്. ഫസ്റ്റ് ഐ എം സെലക്ടിങ് ദ റൈറ്റ് അലൈൻമെൻറ്റ്. ഓക്കെ, റൈറ്റ് അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എല്ലാ ലൈൻസും റൈറ്റിലായി. ദെൻ സെൻറ്റർ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് വന്നു. ദെൻ ജസ്റ്റിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് സൈഡ് ഈക്വലായിട്ട് കിട്ടി. ഓക്കെ, നമ്മൾ ഇന്ന് അലൈൻമെൻറ്റ് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ദാറ്റ് വി ക്യാൻ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.